ഗുഡ് ഈവനിങ് ടു ഓൾ. എറ്റേണ ഫ്ലോയുടെ വീക്കിലി ടിൽ ഫ്രീ ടോക്കിലേക്ക് എല്ലാവരെയും കൃത്യമായി സ്വാഗതം ചെയ്യണം. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? ചാറ്റ് ബോക്സ് ഉപയോഗിച്ച് നിങ്ങളുടെ ഉത്തരങ്ങളൊക്കെ ടൈപ്പ് ചെയ്യാം കേട്ടോ. പറയാനുള്ള കാര്യങ്ങളൊക്കെ ചാറ്റ് ബോക്സ് ഉപയോഗിച്ച് പറയാം. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റെസ്റ്റിനെ കുറിച്ചുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ്. 7 ടൈപ്സ് ഓഫ് റെസ്റ്റ്. ഓക്കെ, എന്താണ് ഈ റെസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ? ചാറ്റ് ബോക്സ് ഉപയോഗിച്ചോളൂ. റെസ്റ്റ് എടുക്കുക, നമ്മള് സാധാരണയായിട്ട് പറയുന്നതാണല്ലോ. റെസ്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളെ മനസ്സിലേക്ക് വരുന്ന കാര്യം? സാധാരണയായിട്ട് അതെ, ഉറക്കം നമുക്ക് വരുന്നതാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് ഒരു റെസ്റ്റ് എന്ന് വിചാരിക്കുന്നത് അല്ലെ. ഓക്കെ, ജസ്റ്റ് സിറ്റിംഗ് ഫ്രീലി എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മള് റെസ്റ്റ് എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്കുള്ള ഒരു ധാരണ എവിടെയെങ്കിലും കിടക്കുക അല്ലെങ്കിൽ ഉറങ്ങുക, ഈ ഒരു കാര്യമാണ് നമ്മൾ റെസ്റ്റിനോട് ഉപമിക്കുന്നത്. എന്നാല് നമുക്ക് ഫിസിക്കൽ ബോഡി ഉണ്ട്, മൈൻഡ് ഉണ്ട്, നമുക്ക് സോൾ ഉണ്ട്, ഇതിനെല്ലാത്തിനും, പിന്നെ നമുക്ക് ബ്രെയിൻ ഉണ്ട്, അതിന് എല്ലാത്തിനും ഒരു റെസ്റ്റ് ആവശ്യമാണ്. അതാണ് നമ്മൾ 7 ടൈപ്സ് ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. 7 കാര്യങ്ങളിൽ നമ്മൾ റെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. എന്തിന്? നമ്മൾ റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. റെസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ സമയത്തെ കൊല്ലുകയോ അല്ലെ സമയം ഒഴിവാക്കുകയോ അല്ല. നമ്മൾ റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7 തരം റെസ്റ്റിനെ കുറിച്ചാന്ന് പറഞ്ഞല്ലോ. 7 ടൈപ്സ് ഓഫ് റെസ്റ്റ്. ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഫിസിക്കൽ റെസ്റ്റ് ആണ്, അതായത് നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന റെസ്റ്റ്. നെക്സ്റ്റ് മെന്റൽ റെസ്റ്റ്. മൂന്നാമത്തത് ഇമോഷണൽ റെസ്റ്റ്. 4 സെൻസറി റെസ്റ്റ്. 5 സോഷ്യൽ റെസ്റ്റ്. 6 ക്രിയേറ്റീവ് റെസ്റ്റ്. 7 സ്പിരിച്വൽ റെസ്റ്റ്. ഇങ്ങനെ 7 തരം റെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ അംഗീകരിക്കുകയല്ല, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഫിസിക്കൽ റെസ്റ്റ് ആണ്. എല്ലാ കാര്യങ്ങൾക്കും വിശ്രമം ആവശ്യമുണ്ടല്ലേ. അതേപോലെ തന്നെ എൻ്റെ ശരീരം എനിക്ക് ഒരു നന്ദി ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയണമെങ്കിൽ എൻ്റെ ശരീരത്തിന് ആവശ്യമായ ഒരു വിശ്രമം ഞാൻ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് ആവശ്യമായ റെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഫിസിക്കൽ റെസ്റ്റ് പറയുന്നത്. അതായത് ഇത് ആക്റ്റീവ് റെസ്റ്റും ഉണ്ട്, പാസീവ് റെസ്റ്റും ഉണ്ട്. ആക്റ്റീവ് റെസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മളെ ശരീരത്തിന് ചിലപ്പം ചടഞ്ഞു ഒരു ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യമല്ല വിശ്രമം. നമ്മൾ ചടഞ്ഞു കൂടി ഒരുപാട് സമയം ഇരിക്കുക, ഒരുപാട് സമയം ഇരുന്ന് വർക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് ആക്റ്റീവ് റെസ്റ്റ് ആണ്. അതായത് ഒരു സ്ഥലത്ത് തന്നെ ചടഞ്ഞിരിക്കുന്ന ബോഡി കുറച്ചൊന്ന് ആക്റ്റീവ് ആവണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ചെറിയ വാക്കിങ്, അതേപോലെ സ്ട്രെച്ചിങ്, പിന്നെ ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ഇങ്ങനെ നമ്മൾ ഇരുന്ന് കമ്പ്യൂട്ടറിലൊക്കെ ഒരുപാട് സമയം വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ജസ്റ്റ് ഒന്ന് നടക്കുക കുറഞ്ഞ സമയം. ഇത് നമ്മളെ ബോഡിക്ക് കിട്ടുന്ന ഒരു റെസ്റ്റ് ആണ്. ഇനി പാസീവ് റെസ്റ്റ് ഉണ്ട്. ഒരുപാട് ഫിസിക്കലി നമ്മൾ ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിക്കുന്ന സമയത്ത് ബോഡിക്ക് കൊടുക്കേണ്ടതാണ് പാസീവ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഉറക്കം, ഇതിന്റെ ഒരു റെസ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒന്നാണ് ഉറക്കം. അതേപോലെ കുളി, അതായത് നല്ല ചൂടൊക്കെ എടുത്ത് ക്ഷീണിച്ചൊക്കെ ജോലി ചെയ്ത് വരുന്ന സമയത്ത് തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉന്മേഷമുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ ബോഡി തണുത്ത് വരച്ചിരിക്കുമ്പോൾ ചുടുവെള്ളത്തിൽ കുളിച്ചാലും റിലാക്സ് ആവും. ഏതാണോ നമുക്ക് കുളിയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ ഉറക്കം, രണ്ടാമത്തത് കുളി, പിന്നെ നമ്മുടെ ശരീരത്തിന് മസാജ് ചെയ്യുക. മസാജ് ഒക്കെ ചെയ്യുന്നതും ഫിസിക്കൽ റെസ്റ്റിന് ഉദാഹരണമാണ്. പിന്നെ മസ്റ്റ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എന്ത് ജോലി ചെയ്താലും പകലിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ രാത്രി നമ്മൾക്ക് ഉറങ്ങാനുള്ളതാണ്. മസ്റ്റ് ആയിട്ടും 6 to 8 hours ഉറക്കം ഒരു ദിവസം കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. നമ്മുടെ മാനസികവും ശാരീരികവുമായ ഉന്മേഷത്തിന് ഉറക്കം നിർബന്ധമാണ്. പിന്നെ ഒരു സ്റ്റിൽനെസ്, അതായത് സിംപ്ലി കുറച്ചു നേരം എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാം, സൈലന്റ് ആയിട്ട് ഇരിക്കുക.
നമ്മൾ വേറെ കാര്യങ്ങൾ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ മൊബൈൽ ഫോണ് അങ്ങനെ ഒന്നും ഇല്ലാതെ കുറച്ച് സമയം സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതും ഒരു ഫിസിക്കൽ റെസ്റ്റ് ആണ്. നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് മെന്റൽ റെസ്റ്റ് ആണ്. മെന്റൽ റെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് വരുന്നത് നമ്മളെ മൈൻഡിലേക്ക്? നമ്മുടെ ബ്രെയിനിന് ആവശ്യമായിട്ടുള്ള റെസ്റ്റ് ആണ് അല്ലെ? നമ്മുടെ ഉള്ളില് നമ്മുടെ ശരീരം കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഏകദേശം 60,000-ൽ പരം ചിന്തകൾ ഒരു ദിവസം കടന്നു വരുന്നുണ്ട്. അത് ഒരുപാട് ബ്രെയിനിനെ കുഴപ്പിക്കുന്നത് ഉണ്ടാവാം, നിസ്സാരമായിട്ട് പോകുന്നത് ഉണ്ടാകാം, നെഗറ്റീവ് ഉണ്ടാവാം, പോസിറ്റീവ് ഉണ്ടാവും. ഇങ്ങനെ 60,000-ൽ പരം ചിന്തകൾ ഒരു ദിവസം ശരാശരി ഒരു മനുഷ്യന്റെ ബ്രെയിനിൽ കൂടെ കടന്നു പോകുന്നുണ്ടെന്നാ പറയുന്നത്. അപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിന് റെസ്റ്റ് ആവശ്യമാണ്. മെന്റൽ ബ്രേക്ക് എടുക്കണം. അതായത് നമ്മൾ ഒരുപാട് ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുകയാണ്. അതായത് ഞാനിപ്പം ഒരു അസൈൻമെന്റ് എഴുതുകയെന്ന് വിചാരിച്ചു. അപ്പൊ ഈ അസൈൻമെന്റിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയും അതിനെ കുറിച്ച് പറയുകയും ചെയ്യണം. ആ ഒരു സമയത്ത് എന്റെ ബ്രെയിൻ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട് അല്ലെ? ഇതെങ്ങനെ ചെയ്യണം, ഇതിന്റെ ബോർഡർ എങ്ങനെ ചെയ്യണം, ഇതിന്റെ ഔട്ട്ലൈൻ എങ്ങനെ ചെയ്യണം, ഇത് എങ്ങനെയൊക്കെ എഴുതണം, ഇങ്ങനെ കുറെ കാര്യം ചിന്തിക്കും. അപ്പൊ നമുക്ക് ജസ്റ്റ് അതിനൊരു ബ്രേക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കോഫി ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒരു കോഫി കൊടുക്കുക, അല്ലെങ്കിൽ ചായ ഇഷ്ടമാണെങ്കിൽ അതൊരു ഹാബിറ്റ് ആക്കണം എന്നല്ലോ പറയുന്നത്. എന്താണോ നിങ്ങൾക്ക് അപ്പൊ തോന്നുന്നത് അങ്ങനെ ഒന്ന് ചെയ്യാം. പിന്നെ മൈൻഡ്ഫുൾ ബ്രീത്തിങ്, അതായത് നമ്മൾ കുറഞ്ഞ സമയം കണ്ണടച്ചിരുന്നിട്ട് നമ്മുടെ ബ്രീത്തിൽ ശ്രദ്ധിക്കും. ബ്രീത്ത് ശ്രദ്ധിക്കുമ്പോൾ ബ്രെയിനിൽ നമ്മൾ ലൈവ് പ്രസന്റ് മൊമെന്റിലേക്ക് വരാൻ വേണ്ടി അത് സഹായിക്കും. നമ്മളെ ബ്രെയിനിൽ ഒരുപാട് ചിന്തകൾ വരുമ്പോൾ അത് പാസ്റ്റ് ഉണ്ടാവാം, ഫ്യൂച്ചർ ഉണ്ടാവാം, പ്രസന്റ്, അങ്ങനെ കലങ്ങി മറിഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ആയിട്ട് ബ്രീത്തിൽ ഒന്ന് ഫോക്കസ് ചെയ്യുക. അപ്പൊ മൈൻഡ് ഒന്ന് റിലാക്സ് ആവും. അപ്പൊ ഏത് ചിന്തയാണോ നമുക്ക് ആവശ്യമുള്ളത് അത് ബ്രെയിനിലേക്ക് വരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഓവർ തിങ്കിങ് ഒഴിവാക്കുക. ഓവർ തിങ്കിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത ശേഷം എന്താണ് വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാം. നമ്മുടെ മൈൻഡിൽ ഒരുപാട് ചിന്തകൾ വരും. ആ സമയത്ത് എന്ത് ചെയ്യുക? ആ ഒരു സമയം പേപ്പർ എടുത്തിട്ട് എഴുതുക. ഇത് ബ്രെയിനിന് ഒരുപാട് റെസ്റ്റ് കിട്ടുന്ന ഒരു കാര്യമാണ്. ആ എഴുതുന്നതോടുകൂടി ബ്രെയിനെ ഇത് ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു റെസ്റ്റ് ആവും. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ ഏതാണ് ഇപ്പൊ എനിക്ക് വേണ്ടത്. ഒരുപാട് നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് നമ്മൾ ടെൻഷൻ ആവുന്നതിന് പകരം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ സൈലന്റ് സിറ്റിംഗ്, നേരത്തെ ബ്രീത്തിങ് ചെയ്ത പോലെ തന്നെ നമ്മള് ഫോണ്, കമ്പ്യൂട്ടർ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാം? കുറച്ചു നേരം സൈലന്റ് ആയിട്ട് ഇരിക്കുക. പിന്നെ അതുപോലെ രാത്രിയിൽ ഒരു ദിവസം ഒരുപാട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം രാത്രിയിൽ ഡയറി എഴുതുന്നത് ഒരു മെന്റൽ റിലാക്സ് ആണ്. എന്താ ആ ഒരു കുറെ കാര്യങ്ങൾ ചിലപ്പോൾ നല്ലതും മോശമായിട്ടൊക്കെ കടന്നു പോയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എഴുതി വെക്കുമ്പോൾ ഹെഡ് ഡീക്ലട്ടർ എന്ന് പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് എത്തും, മൈൻഡ് റിലാക്സ് ആവുകയും ചെയ്യും. നമ്മുടെ ബ്രെയിന് ഒരു കമ്പ്യൂട്ടർ പോലെയാണ്. ഒരുപാട് ഡാറ്റാസ് അതിൽ ഇങ്ങനെ തുറന്നു വെക്കുമ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റം സ്ലോ ആവൂലേ? അതേപോലെ തന്നെ ബ്രെയിനിലും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നു നിറയുമ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പോഴാണ് നമുക്ക് സ്ട്രെസ്സും ആൻസൈറ്റിയും ടെൻഷനും ഒക്കെ വരുന്നത്. അതിന് ഈ ടെക്നിക്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. നമ്മള് റിലാക്സ് ആവാം, അതേപോലെ ബ്രെയിൻ ആവശ്യമുള്ള റെസ്റ്റ് കൊടുക്കാം, എഴുതേണ്ട കാര്യം എഴുതി വെക്കുക. അങ്ങനെ മെന്റൽ റെസ്റ്റ് എന്ന് പറയുന്നതും ഒരാൾക്ക് അത്യന്താശ്ചര്യമായ കാര്യമാണ്. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഇമോഷണൽ റെസ്റ്റ് ആണ്. ഇങ്ങനെ ഒരു റെസ്റ്റിന്റെ ആവശ്യമുണ്ടോ? ഇമോഷണൽ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഞാൻ എപ്പോഴും സ്ട്രോങ് ആണ്, ഞാൻ എപ്പോഴും പോസിറ്റീവ് ആണ്, ഞാൻ എപ്പോഴും ഹാപ്പിയാണ്, ഇങ്ങനെ ഒരാളെ കാണിക്കേണ്ടതേ ഇല്ല. നമ്മളെ ജീവിതത്തിൽ സന്തോഷവും സങ്കടവും എല്ലാം മാറി മറിഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പൊ അത് എക്സ്പ്രസ് ചെയ്യണം. എക്സ്പ്രസ് ചെയ്യാതെ നമ്മൾ സപ്രസ് ചെയ്ത് പിടിച്ചു നിർത്തുന്നതിനനുസരിച്ച് നമുക്ക് അത് പല പ്രശ്നങ്ങളിലേക്കും നമ്മളെ നയിക്കും. അതുകൊണ്ട് ഇമോഷണൽ റെസ്റ്റ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഫേക്ക് സ്മൈല് ഫിറ്റ് ചെയ്തിട്ട് ഞാൻ ഹാപ്പി ആണെന്ന് മറ്റുള്ള ഒരാളെ ഇമോഷണലി നമ്മളെ നമുക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു അവസ്ഥ കാണിക്കാതെ ഒരു ഫേക്ക് സ്മൈലൊക്കെ ഫിറ്റ് ചെയ്ത് ഞാൻ ഹാപ്പി ആണെന്ന് മറ്റുള്ളവരെ കാണിക്കുന്ന ഒരു അവസ്ഥയാണ് ഇമോഷണൽ സ്ട്രെസ് ആയിട്ട് വരുന്നത്. ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല്
നമ്മളെ കേൾക്കുന്ന ഒരാളെങ്കിലും നമ്മളെ ലൈഫിൽ സമ്പാദിച്ചു വെക്കും. ഈ ലോകത്ത് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. കാരണം നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവാം, ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവാം, ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടാവാം. എന്നാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേ സെൻസിൽ നമ്മളെ മനസ്സിലാക്കുന്ന ആളുകൾ ആ ബന്ധങ്ങളിൽ എത്ര ഉണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ നമ്മളെ കേൾക്കുന്ന ഒരാളെടുത്ത്, നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെടുത്ത് നമുക്കുള്ള ടെൻഷൻ ആണെങ്കിലൊക്കെ തുറന്നു പറയുന്നത് നമ്മളെ ഇമോഷണൽ റെസ്റ്റിന് വലിയൊരു ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്താണോ നമ്മൾ പറയുന്നത് അത് അതുപോലെ മനസ്സിലാക്കുന്ന ആളുകളായിരിക്കണം കേട്ടോ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഹൃദയം തുറന്ന് പറയാൻ പറ്റുന്ന കുറച്ച് ബന്ധങ്ങൾ ഒരാൾ മതി. ആ ഒരാളെ നമ്മളെ ലൈഫിൽ നമ്മൾ സമ്പാദിച്ചു വെക്കും. അതേപോലെ കരയാൻ തോന്നുന്ന സമയത്ത് കരയണം. അതൊരു പ്രകൃതിദത്തമായിട്ടുള്ള സംഭവമാണ്. ആ കരച്ചിലോടുകൂടി ആ ടെൻഷനും ആ ഇമോഷൻ അവിടെ തീർന്നു പോകണം. നാച്ചുറൽ ആയിട്ട് റിലീസ് ആവുന്ന ഒരു സംഭവമാണ് കരയാൻ തോന്നുന്ന സമയത്ത് കരയുക. പലപ്പോഴും നമ്മൾ പറയലുണ്ട്, കരച്ചിൽ വന്നാലും പിടിച്ചു നിർത്തി അങ്ങനെ ഒരു ഉള്ളിൽ അടക്കി നിൽക്കുകയാണ്. ഉള്ളിൽ അടക്കേണ്ട ഒരു സംഭവമല്ല കരച്ചിൽ. കരയാൻ തോന്നുമ്പോൾ കരയണം, അത് കരഞ്ഞു തീർക്കണം. പിന്നെ സെൽഫ് ഫോർഗീവ്നെസ്, നമ്മളിൽ വരുന്ന തെറ്റുകള്, കുറ്റങ്ങള്, ഇതിനൊക്കെ കുറ്റപ്പെടുത്താതെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കത് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. അത് വലിയൊരു ഇമോഷണൽ റെസ്റ്റ്. നമ്മൾ തെറ്റ് ചെയ്തു പോയാൽ, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു പോയാൽ അത് ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കുന്നതിന് പകരം അത് പാസ്റ്റ് ആണ്, സംഭവിച്ചു പോയ കാര്യമാണെങ്കിൽ ആ ഒരു കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് തന്നെ ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെയൊക്കെ നമ്മളെ ഇമോഷണലി വരുന്ന സ്ട്രെസ് നമുക്ക് റിലീസ് ചെയ്യാം. ഇതാണ് ഇമോഷണൽ റെസ്റ്റ് എന്നതുകൊണ്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് അറിയാലേ, മഴയത്ത് ആകാശം നല്ല വെടിക്കെട്ട് തന്നെ ആയിരിക്കും, ഇടിയും മഴയൊക്കെ ഉള്ള സമയത്ത്. അതിന് ശേഷമാണ് അത് ശാന്തമാകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ വരുന്ന ഇമോഷൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, പിടിച്ചു നിർത്തേണ്ടതില്ല, അതിനെ പുറന്തള്ളണം. ദെൻ അടുത്തതായിട്ട് വരുന്നത് സെൻസറി റെസ്റ്റ് ആണ്. എന്താണ് ഈ സെൻസറി റെസ്റ്റ് എന്ന് പറഞ്ഞാല്? നമ്മുടെ കണ്ണും ചെവിയും, എത്ര സെൻസ്, 5 സെൻസ് ഓർഗൻസ് ഉണ്ട് അല്ലേ? അതിനൊക്കെ റെസ്റ്റ് ആവശ്യമുണ്ട്. അതെങ്ങനെയാ നമ്മൾ കൊടുക്കുക? ചാറ്റ് ബോക്സ് കമന്റ് ചെയ്യും. അതെ, നമ്മുടെ കണ്ണും ചെവിയും ഒക്കെ ആകെ തളർന്നിരിക്കും. ഇൻഫോർമേഷന് ഓവർലോഡ് ആകുന്ന സമയത്താണ് സെൻസറി റെസ്റ്റ് ആവശ്യമായിട്ട് വരുന്നത്. അതായത് ഒരുപാട് സൗണ്ട്, ഒരുപാട് ലൈറ്റ്, ഫോണിന്റെ ഉപയോഗം കൂടുക, ഇങ്ങനത്തെ സമയത്ത് മെസ്സേജുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുക. ഇങ്ങനത്തെ സമയത്ത് നമുക്ക് സെൻസറി റെസ്റ്റ് ആവശ്യമാണ്. സെൻസറി റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ബോഡി ആവുന്നുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഡിജിറ്റൽ സൺസെറ്റ്, അതായത് ഫോണിന്റെ ഉപയോഗം ഒരു സമയത്ത്, മെയിനായിട്ട് ഫോണിനെ പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫോണാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഒരു നിശ്ചിത സമയം ഞാൻ ഫോൺ ഉപയോഗിക്കൂല, അപ്പൊ എനിക്ക് ആവശ്യമുള്ള റെസ്റ്റ് ഞാൻ എടുക്കും. ആ ഒരു സെൻസറി റെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഒഴിവാക്കിയിട്ട്, ഫോൺ കംപ്ലീറ്റ് ഒഴിവാക്കല്ല, നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത്, ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു സമയത്തേക്ക് ഫോൺ ഉപയോഗിക്കാത്തൊരു സമയമാണ്. ആ സമയം നമുക്ക് പകരം ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നാച്ചുറൽ വാച്ചിങ്, ആകാശം കാണുക, പുഴ വീക്ഷിക്കുക, മരങ്ങള്, പുറത്തേക്ക്, വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ പോലും മരങ്ങള്, ചെടികള്, ചെറിയ ജീവികൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും നമുക്ക് ആസ്വദിക്കാൻ. അവയൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കി കാണും. ഇത് നമ്മുടെ കണ്ണിന് കുളിർമയേകുന്നതാണ്. അത് നമ്മുടെ കാതിന്, അവയുടെ ചെറിയ ചെറിയ ജീവികളുടെ ശബ്ദം നമ്മുടെ കാതിന് കുളിർമയാണ്. ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മനുഷ്യനിർമ്മിതമല്ലാതെ പ്രകൃതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് എത്ര ആസ്വദിച്ചാലും മതിയാവാത്തതാണ്. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ബുർജ് ഖലീഫ കാണാൻ പോകുന്നത്, താജ്മഹൽ കാണാൻ പോകുന്നത് ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ നമുക്ക് അതിനോടൊരു ആ ഒരു ആഗ്രഹം ഉണ്ടാവും. എന്നാലും നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സിറ്റിങ്ങുകള്, റിസോർട്ടുകളിൽ പോകുന്നത്, ഒരു നല്ല ബീച്ച് തന്നെ ഇരിക്കുന്നത്, എത്ര പ്രാവശ്യം പോയാലും നമുക്ക് വീണ്ടും വീണ്ടും പോകാൻ തോന്നുന്ന സ്ഥലങ്ങളായിരിക്കും. ഇങ്ങനെ നാച്ചുറൽ വാച്ചിങ് എന്ന് പറയുന്നത് പ്രകൃതിയിലുള്ള കാര്യങ്ങൾ കണ്ടാ മനുഷ്യന് മടുക്കൂല എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് പ്രകൃതിയിലുള്ള കാര്യങ്ങൾ, ഫോണ് സമയം മാറ്റി വെച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ചുറ്റുള്ള കാര്യങ്ങൾ വീക്ഷിക്കാം.
അതേപോലെ കണ്ണടച്ച് കുറച്ച് നിമിഷം ശാന്തമായിട്ടിരിക്കുക. എന്നിട്ട് കണ്ണടച്ച് പുറം ഭാഗത്തുള്ള ഒന്നും ഞാൻ കാണുന്നില്ല, പക്ഷെ എന്റെ ഉള്ളില് എനിക്ക് ഇഷ്ടമുള്ള, ഞാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാഴ്ചകളും കാണാൻ പറ്റും. ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അതേപോലെ സൈലന്റ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥന, അതായത് ദൈവത്തെ ഏത് മതമാണോ നിങ്ങളെ മതത്തിനനുസരിച്ചുള്ള ഒരു സ്പിരിച്വാലിറ്റി കൊണ്ടുവന്നിട്ട് അതിലേക്ക് ഒരു കാമായിട്ടുള്ള ഒരു ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഇരുത്തം. പിന്നെ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഉറങ്ങുന്നതിന്റെ മുമ്പ് ഫോണ് മാറ്റി വെക്കുക എന്നുള്ളതാണ്. നമ്മുടെ 5 സെൻസിനും ഒരു റേഡിയോ പോലെ തന്നെയാണ്. അതിന്റെ വോളിയം കുറയ്ക്കുമ്പോൾ ആണ് അതിന് ക്ലാരിറ്റി വരുന്നത്. ഏത് സെൻസാണ് ഒരുപാട് ഓവർലോഡ് ആവുന്ന സമയത്ത് അതിന് ക്ലാരിറ്റി കുറവായിരിക്കും. അപ്പം അതൊരു മീഡിയം സൗണ്ടിൽ നമുക്ക് പാകമായിട്ടിരിക്കുമ്പോഴാണ് അതിന് എന്ത് കിട്ടുന്നത്, ക്ലാരിറ്റി കിട്ടുന്നത്. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് സോഷ്യൽ റെസ്റ്റ് ആണ്. എന്താണ് സോഷ്യൽ റെസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തായാലും ഐഡിയ ഉണ്ടെങ്കിൽ പറയട്ടോ. സോഷ്യൽ റെസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമുക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ട് അല്ലെ? നമ്മളെ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടും റിലേറ്റീവ്സ് ആയിട്ടും നൈബേഴ്സ് ആയിട്ടും പല രീതിയിൽ നമുക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ട്. എന്നാല് നമുക്ക് മനസ്സമാധാനം കിട്ടുന്ന ബന്ധങ്ങളാണ് നമ്മൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. ചില ബന്ധങ്ങള് നമ്മളെ ഡ്രെയിൻ ആക്കും, ചില ബന്ധങ്ങൾ നമ്മളെ ഹീൽ ചെയ്യും. ഇതില് സോഷ്യൽ റെസ്റ്റ് നമ്മൾ കിട്ടണമെങ്കിൽ അതിന്റെ ഒരു ബാലൻസ് ആണ് സോഷ്യൽ റെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഒഴിവാക്കുക എന്നുള്ളതല്ല. നമുക്ക് ഹീൽ ചെയ്യുന്ന ആളുകളും ഉണ്ടാവാം, എന്നാൽ നമ്മളെ ഡ്രെയിൻ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. ഇവരെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയണം നമുക്ക്. ഇതാണ് നമ്മളെ സോഷ്യൽ റെസ്റ്റ്. എനർജി ഡ്രെയിൻ ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. അവരെ നമുക്ക് ചിലപ്പോൾ നമ്മളെ അടുത്ത ആളുകളെ നമുക്ക് കാണാതിരിക്കാനൊന്നും പറ്റൂല. അല്ലെങ്കിൽ നമ്മളെ ഓഫീസിലെ ബോസ് ആരാണെങ്കിലും നമ്മളെ കാണാതിരിക്കാൻ പറ്റാത്ത പല ആളുകളുണ്ടാവും. അല്ലെങ്കിൽ അവരടുത്ത് മറുപടി പറയാൻ പറ്റാത്ത ആളുകളുണ്ടാവും. ആ ഒരു സമയത്ത് എന്ത് ചെയ്യാം, ഇമോഷണലി നമ്മൾ അവർക്കൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം നമ്മുടെ ഉള്ളിൽ. അപ്പൊ അവരുടെ വാക്കുകളോ പ്രവൃത്തികളോ നമ്മളെ അഫക്റ്റ് ചെയ്യില്ല. പിന്നെ എന്താണ്, നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ബന്ധങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, പോസ്റ്റർ ചെയ്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യാം. ഒറ്റയ്ക്കിരിക്കുന്നതും ഒരു സോഷ്യൽ റെസ്റ്റ് തന്നെയാണ്. കുറച്ച് സമയം ബഹളങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മളായിട്ട് തന്നെ ഇരിക്കാം. അതേപോലെ ഓവർലോഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മളെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റൂല. അത് ചെയ്താൽ നമ്മളാകെ കഷ്ടപ്പെട്ടു പോകുന്ന കുറെ അവസ്ഥകൾ ഉണ്ടാവല്ലോ. എനിക്ക് പറ്റാത്തതാണെങ്കിലും ഞാൻ ഏറ്റെടുക്കുന്നത് അങ്ങനത്തെ സാഹചര്യങ്ങളിൽ വളരെ മനോഹരമായിട്ട് തന്നെ നോ പറയാൻ നമ്മൾ ശീലിക്കുക. എനിക്കിത് പറ്റൂല, ഇതുകൊണ്ടാണ് എനിക്ക്, ആ ഒരു നല്ല രീതിയിൽ പറഞ്ഞ് നോ പറയാൻ ശീലിക്കണം. നമ്മള് എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ പറയുന്ന സമയത്ത് എനിക്ക് പറ്റൂല എന്ന് പറയല്ല, ഇന്നെ കൊണ്ട് ഇത് ചെയ്യാൻ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പറ്റൂല കേട്ടോ. അങ്ങനത്തെ ഒരു രീതിയിൽ വളരെ മനോഹരമായി പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും എന്ത് തോന്നരുത്, ഒരു വിഷമം തോന്നാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ നോ പറയാൻ നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. നമുക്ക് പറ്റാത്ത ഓവർലോഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ എടുത്ത് തലയിലേറ്റി നടക്കരുത്. ഒരു കാര്യം നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ എപ്പോഴും അതെന്ത് ചെയ്യണം, അത് നന്നായിട്ട് തന്നെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ഏത് സമയത്തും എടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പറ്റാത്ത കാര്യം എന്ത് ചെയ്യണം, നോ പറഞ്ഞിട്ട് തന്നെ ഒഴിവാക്കുക. അതേപോലെ സോഷ്യൽ മീഡിയയുടെ ടൈം നിയന്ത്രിക്കുക. സോഷ്യൽ മീഡിയ നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്, അത് നിയന്ത്രിക്കാം. ചിലര് മഴ പോലെ നമ്മളെ റീഫ്രഷ് ചെയ്യും, എന്നാൽ ചിലര് വെയില് പോലെ നമ്മ ദഹിപ്പിക്കുകയും ചെയ്യും. അതില് ഏത് ബന്ധം വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇനി അടുത്തതായിട്ട് വരുന്നത് ക്രിയേറ്റീവ് റെസ്റ്റ് ആണ്. എന്താണ് ഈ ക്രിയേറ്റീവ് റെസ്റ്റ് എന്ന് പറയുന്നത്? സൗന്ദര്യം കാണാനും ആസ്വദിക്കാനും സമയം വേണം. സൃഷ്ടിയുടെ എനർജി നമ്മിൽ തന്നെയുണ്ട്, ഓരോ സൃഷ്ടിന്റെ എനർജി നമ്മിലുണ്ട്. പക്ഷെ സ്ട്രെസ് അതിനെ മൂടുന്നു. ക്രിയേറ്റീവ് റെസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്പിറേഷൻ വീണ്ടെടുക്കാനുള്ള അവസരമാണ്. നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എത്ര സമയം വേണമെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കൂലേ? നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, സൃഷ്ടിപരമായ കലാപരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റും. അത് നമ്മളെ ലൈഫിൽ
നമുക്ക് വേണ്ടി മാറ്റി വെക്കുന്ന സമയങ്ങളിൽ വീക്കിലി ഒരു പ്രാവശ്യമെങ്കിലും ഈ ക്രിയേറ്റീവ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ശ്രമിക്കണം എന്നല്ല, നിർബന്ധമായിട്ടും വീക്കിലി ഒരു ദിവസമെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള റെസ്റ്റ് എടുക്കണം. അതായത് പ്രകൃതിയെ കാണാം. നാച്ചർ വാക്കിംഗ് ഇഷ്ടമുള്ള ആളുകൾക്ക് അതിന് ഒരുപാട് എമൗണ്ട് ഒന്നും അടിക്കി ഒരു ടൂറ് പോകുന്നല്ല. പക്ഷേ നമ്മളെ അറിയുന്ന അടുത്ത വീടിന്റെ അരികിൽ ഒരു പുഴ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നടക്കാൻ പറ്റുന്ന സ്ഥലം ഉണ്ടെങ്കിൽ, വയലുണ്ടെങ്കിൽ, ഇങ്ങനത്തെ പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അതിലൂടെ നടക്കാം. അതൊരു ക്രിയേറ്റീവ് റെസ്റ്റ് ആണ്. അതേപോലെ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന സംഗീതം ആസ്വദിക്കുക. നമ്മൾ ചില സമയങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കും, നല്ല മഴ പെയ്യുന്ന സമയത്ത് ഒരു ചൂട് കാപ്പിയോ ഒരു ചൂട് ചായയൊക്കെ ആയിട്ട് പാട്ടൊക്കെ കേട്ടിരിക്കുന്ന ഒരു വൈബിലെ. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇടയ്ക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സമയം നമുക്ക് വേണ്ടി മാറ്റി വെക്കും. പിന്നെ എന്നും ചെയ്യുന്ന റൊട്ടീന്ന് ചില ദിവസങ്ങളിൽ ഒരു കട്ട് വെക്കും. എന്നിട്ട് നമ്മളെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ കുറച്ച് കാര്യങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യും. ഇതൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള റെസ്റ്റ് ആണ്. പിന്നെ സൃഷ്ടിപരമായ എന്ത് ചെയ്യുന്നേരവും നമ്മുടെ മൈൻഡ് റിഫ്രഷ് ആവുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട തുന്നല്, നല്ല ഫ്ലവേഴ്സ്, എംബ്രോയിഡറി ഒക്കെ ചെയ്യാൻ കഴിവുള്ള ആളുകൾ അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ ഒരുപാട് ആർട്ട് വർക്കുകൾ ഇപ്പം നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതാണോ അത് ചെയ്യാം. നമുക്ക് ബോറായി ബോറായി തോന്നുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യുക, ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു സമയം നമ്മൾ അതിൽ മാറ്റിവെക്കുക. അത് നമ്മൾക്ക് എന്ത് ചെയ്യും, നമ്മുടെ മൈൻഡിനും ബോഡിക്കും ഒരു റിഫ്രഷ്മെന്റ് കിട്ടും. ഒരു പെയിന്റർ ക്യാൻവാസ് കാണും പോലെയാണ് നമ്മുടെ ജീവിതത്തിലെ പുതിയ നിറങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം ആ ഒരു കലാകാരന്റെ സൃഷ്ടിയില് ഒരു വൈറ്റ് കളറുള്ള ഒരു ക്യാൻവാസ് ആണെങ്കിൽ അതില് അയാളുടെ കുറെ ചായങ്ങൾ മുക്കി നിറയ്ക്കുന്ന സമയത്ത് മനോഹരമായ ഒരു ചിത്രം ആവുന്നുണ്ട്. അതേപോലെ നമ്മുടെ ജീവിതത്തില് വളരെ മനോഹരമായ ഒരു ചിത്രമാക്കാൻ കഴിവുള്ള ഒരു റെസ്റ്റ് ആണ് ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട റെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ എനർജി ഇൻക്രീസ് ചെയ്യാന്, ബോഡിയും മൈൻഡും റീഫ്രഷ് ആവാനും ഹാപ്പിനെസ് കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന കാര്യമാണ്. പിന്നെ ലാസ്റ്റ് ആയിട്ട് പറയുന്നത് സ്പിരിച്വൽ റെസ്റ്റ് ആണ്. ദൈവവുമായി ബന്ധം പുലർത്തുമ്പോഴാണ് ആത്മാവ് റീചാർജ് ആവുന്നത്. നമുക്കൊക്കെ നമ്മൾ കാണുന്ന ഒരു ഫിസിക്കൽ ബോഡി ഉള്ളത് പോലെ ജീവൻ എന്ന് പറയുന്ന, സോൾ എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഉണ്ട് എന്നുള്ളത് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു ജീവൻ ആത്മാവിലാണെന്നുള്ള കാര്യം. അപ്പൊ നമ്മള് സ്പിരിച്വൽ റെസ്റ്റ് എന്ന് പറയുന്ന ഒരു മതാചാരപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല, നമ്മുടെ സൃഷ്ടിച്ച ദൈവം, ആ ഒരു ദൈവത്തിലേക്ക് നമ്മളെ ഈ സോളിനെ കണക്ട് ചെയ്യാണ് സ്പിരിച്വൽ റെസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പ്രാർത്ഥന. അത് നിർബന്ധിതമായ കർമ്മങ്ങളല്ല, ആസ്വദിച്ച് ചെയ്യുന്ന ആരാധനകളാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് ദൈവമായിട്ട് കണക്ട് ചെയ്യുകയും ആ ദൈവത്തിനോടുള്ള സ്നേഹം ഈ സൃഷ്ടിയുടെ മൈൻഡിൽ വരികയും അത് വളരെയധികം കാമാവുകയും ചെയ്യും. നമുക്കറിയാം, ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആണെങ്കിലും അവസാനത്തെ ഒരു വാക്കുണ്ട്, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ. അതായത് അവസാനത്തിലാണ് നമ്മൾ അത് ഓർക്കുന്നത്, പറയുന്നതെങ്കിലും ആദ്യത്തിലെ നമ്മൾ ഇത് ദൈവത്തിലേക്ക് തവക്കൽ ചെയ്ത് ദൈവത്തിലേക്ക് അർപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മനസ്സമാധാനമുണ്ട്. പല സമയങ്ങളിലും പല രീതിയിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും. അതേപോലെ നമ്മുടെ ആത്മാവ് എപ്പോഴും ദൈവത്തിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു കണക്ഷൻ നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുക. അതുപോലെ നന്ദി പറയുന്നത് ശീലാക്കുക. ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് ക്രിയേറ്റ് ചെയ്യുക. ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറയുക, നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് ഏത് കാര്യത്തിനും ചെറിയ ബ്ലെസ്സിങ്സിന് പോലും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവും. നമ്മളിൽ അറിയാതെ ഹാപ്പിനെസ് നിറയും. മനുഷ്യന്റെ ലക്ഷ്യം എന്ന് പറയും, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസ്സിന് വേണ്ടി മാത്രമാണ് നമ്മൾ പണിയെടുക്കുന്നത്. ഏത് കാര്യം നമ്മൾ നോക്കിയാലും അവസാനപ്പെടുന്ന ഹാപ്പിനെസ്സിലാണ്. അപ്പൊ നിങ്ങൾക്ക് മുതൽ നന്ദി പറയുന്ന ഒരു ശീലം നമ്മളിൽ വളർത്തിയെടുക്കുക. അതേപോലെ പ്രകൃതി നമ്മൾ വീക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ ദൈവത്തിന്റെ ക്രിയേറ്റിവിറ്റി, ദൈവത്തിന്റെ ആ ഓരോ കാര്യങ്ങളിലും, ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഉള്ള ആ ഒരു ക്രിയേറ്റിവിറ്റി നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഓർക്കുകയും ആ ഒരു എന്താ പറയണ്ട ആ ക്രിയേറ്റിവിറ്റിയെ കുറിച്ച്
നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൽ വരൂലേ. അങ്ങനെ ദൈവത്തിന്റെ ആ ഒരു കരുത്ത് നമ്മൾ ഓർക്കുക. അതുപോലെ നമ്മുടെ ആത്മാവ് റീചാർജ് ആകുന്ന സമയത്ത് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ റീചാർജ് ആവുന്നുണ്ട്. അപ്പം നമ്മുടെ സോളിന് റീചാർജ് ആവാൻ ആവശ്യമായിട്ടുള്ള സ്പിരിച്വലി ആയിട്ടുള്ള എന്ത് കാര്യങ്ങളാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് വരുന്നത്. ഓരോ മതത്തിലും വ്യത്യസ്ത ആരാധനകളാണ്, വ്യത്യസ്ത രീതിയിലുള്ള പ്രാർത്ഥനകളാണ്, മന്ത്രങ്ങളായിട്ട് പറയുന്നത്, ദിക്റുകളായിട്ട് പറയുന്നത് ഒക്കെ വ്യത്യസ്ത പല രീതിയിൽ പറയുന്നുണ്ടെങ്കിലും എല്ലാം കണക്ട് ചെയ്യുന്നത് ദൈവത്തിലേക്കാണല്ലേ. അപ്പം നിങ്ങള് ഏത് രീതിയിലാണോ അള്ളാഹുവിലേക്ക് എന്ന് പറയുകയാണെങ്കിലോ ഏതാണോ നിങ്ങളെ മതാചാര പ്രകാരമുള്ള ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ നമ്മുടെ സോളിന് ഉണ്ടാക്കി കൊടുക്കുന്നതും ഒരു റെസ്റ്റ് ആണ്, നമുക്ക് റീഫ്രഷ് ആവാനുള്ളതാണ്. ഈ റെസ്റ്റ് എന്ന് ഒരുപാട് സമയം നമ്മൾ പറയുമ്പോൾ വിശ്രമം അല്ല, അത് ശരിക്ക് റീസ്റ്റാർട്ട് ആണ്. റെസ്റ്റ് ഈസ് ദ റീസ്റ്റാർട്ട് ബട്ടൺ ഓഫ് സോൾ. നമ്മുടെ റീസ്റ്റാർട്ട് ബട്ടൺ ആണ് റെസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ റെസ്റ്റ് ഡസൻറ്റ് മീൻ സ്റ്റോപ്പിംഗ്, ഇറ്റ് മീൻസ് റിട്ടേണിങ് യുവർ സെൽഫ്. നിങ്ങളെ തിരിച്ച് വളരെ ശക്തിയോടെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പം 7 തരം റെസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടെ റിമൈൻഡ് ചെയ്യാണ്. നമുക്ക് റെസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് കേവലം ഒരു ഉറക്കല്ല. കാരണം നമുക്ക് അറിയാം ചില സമയങ്ങളിൽ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റാൽ പോലും നമുക്കൊരു സുഖം കിട്ടൂല, അല്ലെ, ഒരു റീഫ്രഷ്മെന്റ് കിട്ടൂല. എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അതേപോലെ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് റീചാർജ് ആവുന്നുണ്ട്. അതാണ് ശരിക്കും ഈ റെസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മള് ഫിസിക്കൽ റെസ്റ്റിനെ കുറിച്ച് പറഞ്ഞു, മെന്റൽ റെസ്റ്റ് പറഞ്ഞു, ഇമോഷണൽ റെസ്റ്റ് പറഞ്ഞു, സെൻസറി റെസ്റ്റ് പറഞ്ഞു, സോഷ്യൽ റെസ്റ്റ് പറഞ്ഞു, ക്രിയേറ്റീവ് റെസ്റ്റ് പറഞ്ഞു, അറ്റ് ലാസ്റ്റ് സ്പിരിച്വൽ റെസ്റ്റ് പറഞ്ഞു. ഇതിൽ പറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഓരോ ദിവസങ്ങളിലും അപ്ലൈ ചെയ്യാം. ഇന്ന് ഞാൻ സ്പിരിച്വൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇന്ന കാര്യം ചെയ്യും, അല്ലെ ക്രിയേറ്റീവ് റെസ്റ്റിൽ ഇന്ന കാര്യം ചെയ്യും എന്നുള്ളത് ഓരോ ദിവസവും നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.